ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മുടെ ചാനലിൽ ഇതുപോലെ ഇങ്ങനെ വർത്താനം പറയുന്ന വീഡിയോകൾ ഭയങ്കര കുറവാണല്ലേ. എനിക്ക് അങ്ങനത്തെ ഫോർമാറ്റ് വീഡിയോസ് വല്ല ഒന്നോ രണ്ടെണ്ണൊക്കെ കാണുള്ളൂ. അപ്പോൾ ഇന്നിപ്പോ ഇങ്ങനെ സംസാരിക്കാന്ന് ഞാൻ വിചാരിച്ചത് വേറൊന്നും കൊണ്ടല്ല. എൻ്റെ ലൈഫിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വലിയൊരു ഡെസിഷനാണ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങളോടും കൂടെ ഷെയർ ചെയ്യണം എന്ന് എനിക്ക് തോന്നി. എൻ്റെ ഒരു ഫാമിലി മെമ്പർ എന്നുള്ള രീതിയിൽ നിങ്ങളോടും കൂടെ അത് പറയണം എന്ന് എനിക്ക് തോന്നിയോണ്ടാണ് കേട്ടോ ഇന്നത് പറയുന്നത്. ആൻഡ് ആ ഒരു ജേർണിയിൽ, ആ ഒരു ഡെസിഷനിൽ എനിക്ക് ഓഫ് കോഴ്സ് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം വേണം. അപ്പൊ അതുകൊണ്ടാണ് ഇന്നത് പറയുന്നത്. എന്താണെന്നുള്ളത് ഞാൻ പറയാം. പിന്നെ ഈ ഒരു കാര്യത്തിലേക്ക് ഞാൻ എത്തിപ്പെട്ട ഇത് പറയാനാണെങ്കിൽ ഒരുപാട് നാളുകളായി, ഇൻഫാക്ട് വർഷങ്ങളായി ഞാൻ ഇതിനെപ്പറ്റി ആലോചിക്കുന്നത്. പക്ഷെ എപ്പോഴും ഈ ആലോചന മാത്രമേ നടക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഒന്നും ലിറ്ററലി ചെയ്യുന്നുണ്ടായിരുന്നില്ല അതിനു വേണ്ടി. ഭയങ്കര പ്ലാനിങ് ആണ്, ബുക്ക് എടുക്കും, അത് ചെയ്യും, ഇത് ചെയ്യും, പക്ഷെ ലിറ്ററലി ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു പോയിന്റ് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി, നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം എന്ന് വിചാരിച്ചാൽ അതിനു വേണ്ടി നമ്മൾ ഇറങ്ങുക, ലിറ്ററലി ഇറങ്ങുക. അപ്പൊ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് ഓരോ ബുദ്ധിമുട്ടുകൾ വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരില്ലായിരിക്കാം. നമ്മള് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ആലോചിക്കും, ഓക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അങ്ങനെ വന്നാലോ, അങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ വന്നാലോ, ഇങ്ങനെയൊക്കെ ആലോചിച്ചിരിക്കുമ്പോഴാണ് സ്റ്റക്ക് ആയി പോണത്. പക്ഷെ നമ്മൾ ലിറ്ററലി ഇറങ്ങി കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷ പോലെ ഒരു പ്രോബ്ലമേ അതിലുണ്ടാവില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത പ്രോബ്ലങ്ങളായിരിക്കും നമ്മളെ തേടി വരിക. പക്ഷെ എന്താണെങ്കിലും നമ്മൾ അപ്പൊ എന്ത് ചിന്തിക്കും, എന്തായാലും നമ്മൾ ഇറങ്ങി, ഇനിയിപ്പോ ഇതങ്ങ് നടത്തിയിട്ട് തിരിച്ചു പോരാം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോ അങ്ങനെ ആയപ്പോഴാണ് ലിറ്ററലി ഞാൻ ഈ ഒരുപാട് വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ടു നടന്ന ഈ ഒരു ആഗ്രഹം നടന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോ ഒരുപാട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല, പോയിന്റിലേക്ക് വരാം. സംഗതി വേറൊന്നുമല്ല, ഞാൻ ചെറിയൊരു ഓൺലൈൻ ജ്വല്ലറി ബ്രാൻഡ് തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ ഇൻസ്റ്റഗ്രാം ത്രൂ ആയിരിക്കും നമ്മൾ അതിന്റെ സെയിൽസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടാവുക. ഓഫ് കോഴ്സ് ഞാൻ അതിന്റെ വീഡിയോസ് യൂട്യൂബ് ഷോർട്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇതുപോലെ ലോങ് ഫോർമാറ്റിൽ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അവിടെ വന്ന് നമ്മളുടെ അടുത്ത് നിന്ന് പ്രോഡക്ട്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഇനി എന്താണ് നമ്മുടെ ബ്രാൻഡിന്റെ പേര്? സോ സഖി, അതാണ് എൻ്റെ ബ്രാൻഡിന്റെ പേര്. ഞാൻ ഇത് ഇന്നോ ഇന്നലെയോ ആലോചിച്ച് വെച്ചൊരു പേരല്ല. ഇതും ഈ പറഞ്ഞ പോലെ എൻ്റെ പ്ലാനിങ്ങിൽ ഉണ്ടായിരുന്ന ഒരു പേരാണിത്. എന്തുകൊണ്ട് ആ പേരിനോട് എനിക്ക് പേഴ്സണലി ഒരു കണക്ട് ഉണ്ട്. അതിന്റെ പുറകെ ഒരു കഥയുണ്ട്, പക്ഷെ അതൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. ഇപ്പൊ തൽക്കാലം നിങ്ങളോട് എല്ലാവരോടും ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാണ്, സഖി എന്നാണ് നമ്മുടെ ജ്വല്ലറി ബ്രാൻഡിന്റെ പേര്. ആൻഡ് ഇന്ന്, ദാറ്റ് ഇസ് സെപ്റ്റംബർ 3-ാം തീയതി നമ്മളത് ഒഫീഷ്യലി ഇൻസ്റ്റാഗ്രാമിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മുടെ പ്രോഡക്ട്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നിങ്ങളൊന്ന് ആ ഒരു ചാനലിൽ ഒന്ന് കയറി നോക്കുക. എൻ്റെ അങ്ങനെ ഭയങ്കര ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം ഒന്നും അല്ല എൻ്റെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈല്. ഞാൻ ജസ്റ്റ് ഒരു ബിഗിനർ മാത്രമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമാണ് എൻ്റെ ഈ ഒരു ആഗ്രഹം എനിക്ക് ഇത്രയും കൂടെയൊക്കെ ഒന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഹോപ്പിംഗ് ദാറ്റ് യു ഓൾ വിൽ സപ്പോർട്ട് മീ ആൻഡ് പ്രേ ഫോർ മീ. അപ്പോ തൽക്കാലം ഞാൻ ഇന്നിപ്പോ നിങ്ങൾക്ക് നമ്മുടെ ബ്രാൻഡ് ലോഞ്ചിന്റെ ഒരു പ്രോഡക്റ്റ് കാണിച്ചു തരാം. ബാക്കിയുള്ള പ്രോഡക്ട്സ് നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ഉണ്ടാവും. അപ്പൊ ഞാൻ ഇതിന്റെ എന്താ പറയാ, ഇതിന്റെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഞാൻ അതിന്റെ ലിങ്ക് പിൻ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ കയറിയിട്ട് നമ്മുടെ ഇൻസ്റ്റഗ്രാം പ്രൊഫൈലിൽ കാണാൻ പറ്റും കേട്ടോ. സഖിയുടെ നമ്മുടെ ആദ്യത്തെ ലോഞ്ച് എന്ന് പറയുന്നത് ഇതാണ്. ഇത് എൻ്റെ പർച്ചേസിലെ വൺ ഓഫ് ദ ഫേവറേറ്റ് പീസസ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ഇഷ്ടമായത് ഒരു ഹാഫ് മൂൺ പാറ്റേണിൽ വരുന്ന ഒരു ചെയിനാണ്. ഇതിന്റെ കൂടെ നമുക്ക് ഇതിന്റെ തന്നെ കമ്മലും ഉണ്ട്. അപ്പൊ ഭയങ്കര ഒരു എന്താ പറയാ, ട്രഡീഷണൽ ഇപ്പൊ സെറ്റുമുണ്ടോ സാരിയോ ഇവൺ കുർത്തയ്ക്കൊക്കെ നമുക്ക് പെയർ ചെയ്യാൻ പറ്റുന്ന പോലത്തെ ഒരു പീസാണിത്. ഇത് ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പൊ നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ പീസ്. ഇനി ഇതിന്റെ കമ്മൽ എന്ന് പറയുന്നത് മാലയുടെ തന്നെ ഷേപ്പിലുള്ള, ഹാഫ് മൂൺ ഷേപ്പിലുള്ള സ്റ്റഡ് പോലത്തെ കമ്മലാണ് കേട്ടോ. ഹാങ്ങിങ് അല്ല, ഇതിന് സ്റ്റഡാണ്. അപ്പൊ അതാ ഞാൻ പറഞ്ഞ ഭയങ്കര ആർഭാടായിട്ടൊക്കെ നമുക്ക് പോകണ്ട. എവിടെയെങ്കിലും ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ടൊക്കെ ഡ്രസ് ചെയ്തൊക്കെ പോകണമെങ്കിൽ ഐ തിങ്ക് ഈ ഒരു മാലയും കമ്മലും ആപ്റ്റ് ആയിരിക്കും.
ഇങ്ങനെയാണ് കമ്മലും മാലയും കൂടെ വരുമ്പോൾ അത്യാവശ്യം നല്ലൊരു ക്ലാസ് പീസ് ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു എൻ്റെ കളക്ഷൻസും സെലക്ഷൻസും ഒക്കെ. ഇത് മാത്രമല്ല, നമ്മൾ ഇനിയും വേറെ 2-3 മാലകൾ ഇനിയും ഇന്ന് ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് ആ ലിങ്കിൽ കയറിയ യു ക്യാൻ ചെക്ക് ഔട്ട് ഓൾ ദോസ് വീഡിയോസ്. പിന്നെ എന്താ പറയാ, ഞാൻ ഇതിന് പർച്ചേസിന് പോയതും കാര്യങ്ങളും അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ വഴിയെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആവുമെങ്കിൽ ആവട്ടെ. അപ്പോ അത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഇൻസ്റ്റഗ്രാം തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ക്ലോത്തിങ്ങും ജ്വല്ലറി ബ്രാൻഡ് തട്ടിമുട്ടിയിട്ട് നടക്കാൻ പറ്റില്ല. അത്രയും ബ്രാൻഡുകളാണ് ഓൾറെഡി എക്സിസ്റ്റിംഗ്. അതിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡ്സ് ഉണ്ട്, ഒരുപാട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ക്രിയേറ്റേഴ്സ് കൊണ്ടുവന്ന ബ്രാൻഡ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അപ്പം അതിന്റെ ഇടയിൽ എൻ്റെ ഒരു കുഞ്ഞു ബ്രാൻഡും കൂടെ ഞാൻ ഇന്ന് സ്റ്റാർട്ട് ആക്കുകയാണ്. എൻ്റെ കളക്ഷൻസും ഞാൻ കൊണ്ടുവരുന്ന സെലക്ഷൻസും കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരുപാട് ആലോചിച്ച് ഹാൻഡ് പിക്ക് ചെയ്തെടുത്തതാണ് എല്ലാം പേഴ്സണലി. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇതിന്റെ പർച്ചേസ് വീഡിയോയും കാര്യങ്ങളും എല്ലാം ഞാൻ വഴിയെ അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങൾക്കും കാണാൻ പറ്റും എൻ്റെ ഈ ഒരു ജേർണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത്. Do check out my Instagram page. I will put the link below in the YouTube channel. So kindly support me. Thank you.